ഹലോ. 2 ദിവസമായിട്ടോ അച്ഛൻ കപ്പ കൊണ്ടുവന്നിട്ട്. കപ്പ പുഴുങ്ങിയപ്പോൾ ഒരു രുചി ഉണ്ടായിരുന്നില്ലേ. ബാക്കി 2 കഷ്ണം കപ്പ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കപ്പയിട്ട് അട ഉണ്ടാക്കാമെന്നേ. കപ്പയുടെ തൊലിയൊക്കെ ചെത്തി കഴുകി ഇതുപോലെ കുഞ്ഞു കുഞ്ഞേതായിട്ട് ചിരണ്ടി എടുക്കുന്നുണ്ടേ. ഇനി ആ ചിരണ്ടി എടുത്തത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കട്ടൊക്കെ നീക്കിയിട്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഇതുപോലെ പാല് പിഴിഞ്ഞെടുത്തുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 അടി നന്നായിട്ട് അരഞ്ഞു വരണ്ട, ഏകദേശം ഇതുപോലത്തെ രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരാണി ശർക്കര, അല്പം ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഏലക്കായും ചേർത്ത് അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഒരു വാഴയിലയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടയുടെ രുചി ഒന്നും കൂടെ കൂടും കേട്ടോ. ഇനി അത് ഓരോന്നായി ഇഡ്ഡലി പാത്രത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയതേ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന് മധുരം കുറച്ചിട്ട് 2 അട വേറെ എക്സ്ട്രാ ചുട്ടെടുത്തിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് അച്ഛന് കൊടുത്തു നോക്കാവേ. ഇന്നത്തെ സ്പെഷ്യൽ അടയാണുള്ളത്. എന്താടയാണ് നല്ല പൗർണല്ല കാണാൻ. ഇത് കഴിച്ചിട്ട് പറയാം എന്താ നല്ല ചൂടാണ്ടാ. നിങ്ങൾക്ക് മധുരം കുറച്ച് ഉണ്ടാക്കിയതാ. ചൂടുണ്ടല്ലേ. എങ്ങനെ ഉണ്ടാകാം? നല്ല രുചിയുണ്ട്. അത് എന്താടേണത്? ഇത് കപ്പയൊക്കെ ഉണ്ടാക്കിയ അടയാണ്. കപ്പയുണ്ടാക്കിയ ഇന്നലെ മിനിഞ്ഞാന്ന് നിങ്ങൾ കപ്പ കൊണ്ടുവന്നിരുന്നില്ലേ, അതിന്റെ ബാക്കി 2 കഷ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് പുഴുങ്ങിയിട്ട് ഒരു രസമില്ലല്ലോ, അപ്പൊ അട ഉണ്ടാക്കാതെ വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഈ കപ്പന്റെ അട ഞാൻ ആദ്യമായിട്ട് കഴിക്കാം.